ഹായ് ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. എനിക്കിപ്പോൾ 36 വീക്കായിട്ടുണ്ട്. അപ്പോൾ എനിക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അത്യാവശ്യ സാധനങ്ങൾ കാണാം. ആദ്യം തന്നെ കുറച്ച് തുണികളാണ് എടുത്തിരിക്കുന്നത്. കുറേയൊന്നുമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് മിക്കവാറും ഡയപ്പർ തന്നെയായിരിക്കും യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കുറച്ച് തുണികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇങ്ങനൊരു ബാസ്ക്കറ്റിലാണ് വെക്കുന്നത്. കുഞ്ഞിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ ഈ ബാസ്ക്കറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ എടുത്ത് കൊടുക്കുന്നവർക്കൊക്കെ എളുപ്പമായിരിക്കും. ഹോസ്പിറ്റലിലേക്കുള്ള എല്ലാ സാധനങ്ങളും കഴുകി ഉണക്കി വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇനി ഞാൻ നെക്സ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് കുട്ടിയുടുപ്പാണ്. കെട്ടുടുപ്പ് ഒരു 4-5 കെട്ടുടുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഉടുപ്പൊക്കെ നേരത്തെ വാങ്ങി വെക്കണമെന്ന് ഡൗട്ടുള്ളവരോടാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ രാത്രി ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഷോപ്പെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലോണം ബുദ്ധിമുട്ടി. അപ്പോൾ ഞാനിതൊക്കെ ഇപ്രാവശ്യം നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി എടുക്കുന്നത് നാപ്പിയാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. 12 പീസ് നാപ്പി എങ്ങാനാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് അത്രയൊന്നും എടുക്കുന്നില്ല, ഒരു 6 പീസ് ആണ് എടുക്കുന്നത്. എന്തായാലും ഡയപ്പർ യൂസ് ചെയ്യുമല്ലോ. ഇനി നെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഇതുപോലെയുള്ള ഒരു കുഞ്ഞ് ടർക്കിയാണ്. ഇതും ഞാൻ വാഷ് ചെയ്ത് ഉണക്കിയിട്ടാണ് എടുക്കുന്നത്. ഉണക്കി ഇസ്തിരിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ കുഞ്ഞിന് വേണ്ടി എടുത്ത തുണിയൊക്കെ സൈഡൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. സോ അങ്ങനെ അടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സേഫായിരിക്കും കുട്ടിക്ക്. കൈയും കാലും വന്ന് ആ നൂലിലങ്ങ് കുടുങ്ങില്ലല്ലോ. അപ്പോൾ ഞാൻ നെക്സ്റ്റായിട്ട് എടുക്കുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു കുട്ടി തോർത്താണ്. പിന്നെ ഞാൻ ഒരു റോംബർ എടുക്കുന്നുണ്ട്. ഒരൊറ്റ റോംബർ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഹോസ്പിറ്റലിലേക്ക്. ഇതിപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ടൊരു റോംബറാണ് കേട്ടോ. ഇങ്ങനെ തൊപ്പിയൊക്കെയുള്ള ബട്ടണൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ റോംബറും എടുത്ത് മടക്കി വയ്ക്കുകയാണ്. ഇനി കുട്ടിക്ക് ആവശ്യമായ പമ്പേഴ്സ് അതൊക്കെയാണ് എടുത്ത് വെക്കുന്നത്. ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇങ്ങനൊരു പമ്പേഴ്സാണ്. സോ അതെടുത്ത് വെക്കുകയാണ്. പിന്നെ ബേബി വൈപ്സ് എടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലത്തെ 2 എണ്ണമാണ് വാങ്ങിയത്. അപ്പോൾ രണ്ടും തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല, ഒന്ന് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പം ഈ 2 എണ്ണമാണ് ഞാൻ വാങ്ങിയത്. കുഞ്ഞിനിങ്ങനെ തുടച്ചു കൊടുക്കാനൊക്കെ ഇത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് ഞാൻ എടുക്കുന്നുണ്ട്. ബേബി പ്രോഡക്റ്റ്സ് എപ്പോഴും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ഇനി നെക്സ്റ്റായിട്ട് ബേബി ലോഷൻ തൽക്കാലം ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നില്ല. പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബേബി സോപ്പാണ്. അപ്പോൾ അതും കൂടി എടുത്തു വയ്ക്കുകയാണ്. ഇത്രയൊക്കെയാണ് ബേബിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ബേബി ഹോൾഡർ വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അത് വാങ്ങിയാൽ അതും കൂടി എടുത്ത് വെക്കാനുണ്ട്. ബാക്കി ബേബിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എടുത്തു വെക്കുന്നത് സംസം വെള്ളമാണ്. അപ്പോൾ സംസം വെള്ളവും ഈത്തപ്പഴവും നമ്മൾ ബേബി ജനിച്ച ഉടനെ കൊടുക്കുന്നതാണ്. അപ്പം സംസം വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ടൈമിലേക്ക് എടുത്തു വെക്കൂ. ഇനി അടുത്തതായി എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനൊരു 3-4 നൈറ്റിയും അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നേഴ്സാണ്. പാൻറ്റീസും ബ്രാസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു കവറിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു തുണി എടുത്തിട്ടുണ്ട്. പ്രസവം കഴിഞ്ഞാൽ ഇങ്ങനെ വയറ് കെട്ടാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് തുണി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു പുതപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഒരു ബെഡ്ഷീറ്റാണ് എടുത്തത്. 1-2 എടുത്താൽ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഇങ്ങനൊരു ഫീഡിങ് കുർത്തി വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോഴേ കൊണ്ടുപോകൂ. പിന്നെ സ്കാർഫ് എടുത്തിട്ടുണ്ട്. നൈറ്റിക്ക് ഷോള് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കുറച്ച് വലിയ പാക്കറ്റ് പാഡ് തന്നെ എടുത്തിട്ടുണ്ട്. ന്യൂമോം പാഡ് വാങ്ങാനുണ്ട്. അത് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള 2 തുണികളും ഒരു
വൈറ്റ് ഷർട്ടും എടുത്തിട്ടുണ്ട്. ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ ഡെലിവറി ടൈമിൽ അത് എന്തായാലും നിർബന്ധമാണ്, വൈറ്റ് ഷർട്ടും വൈറ്റ് തുണിയും. അതുപോലെ തന്നെ ഞാൻ ഒരു തോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ട പേസ്റ്റ്, ബ്രഷ്, അതുപോലെ തന്നെ പാരച്യൂട്ട് വെളിച്ചെണ്ണ, പിന്നെ ഡെറ്റോള്, സോപ്പ്, അലക്ക് സോപ്പ്, കുളി സോപ്പ്, ചീർപ്പ്, ഇവയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചെറിയ ചെറിയ ബോട്ടിലിൽ പഞ്ചസാര, ഉപ്പ്, പിന്നെ ചായപ്പൊടി ഇവയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്നൊരു ചായ ആക്കണമെങ്കിലൊക്കെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത് 3 ചെറിയ കുപ്പികളിൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി പാത്രം കഴുകുന്ന ലിക്വിഡും അതുപോലെ തന്നെ സ്പോഞ്ചും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്ലാസും അതുപോലെ തന്നെ സ്പൂണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലേറ്റ്, ഫ്ലാസ്ക്, നെറ്റ് അതുപോലുള്ള സാധനങ്ങൾ ആ പോകുന്ന ടൈമിൽ എടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി കുറച്ച് ന്യൂസ് പേപ്പേഴ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ എന്തായാലും കരുതുന്നത് ബെറ്റർ ആയിരിക്കും, നല്ല യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് കവേഴ്സ് എടുക്കുന്നുണ്ട്, മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇടാനും മറ്റും കുറച്ച് കവേഴ്സ് കരുതുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ മുറിക്കണമെങ്കിൽ ഒരു കത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കരുതിയ സാധനങ്ങൾ, കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ഇനി ഇത് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഒക്കെ തുണികളാണ്. ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടി എടുത്തു വെക്കാനുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ഘട്ടത്തിൽ എടുത്തു വെക്കാമെന്ന് പറഞ്ഞിട്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഫയൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഒരിക്കലും മറക്കാൻ പാടില്ല. ഇനി നിസ്കാരക്കുപ്പായ എടുത്തു വെക്കാനുണ്ട്, ഫ്ലാസ്ക്, പ്ലേറ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.